ഇവിടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള നേതൃത്വം വരാതിരിക്കാൻ ആർക്കൊക്കെയോ താല്പര്യമുള്ളതുപോലെ എനിക്കല്ല, കോൺഗ്രസ് അണികൾക്ക് തന്നെ തോന്നുന്നു. അതാണ് ദുരൂഹമാകുന്നത്. അവരിവിടെ വന്ന് അടുത്ത KPC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ MLA പോലും ഇയാളുടെ പേര് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്നൊരു വിവരം എനിക്ക് കിട്ടിയത് ഇയാളുടെ സഹോദരന്മാരെല്ലാം കൊടിയ അഴിമതിക്കാരായിരുന്നു. ഇതുപോലൊരു കൂറയായിട്ടുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റായി KC വേണുഗോപാൽ സ്ഥാപിക്കുമ്പോൾ KC വേണുഗോപാലിൻ്റെ അതിനകത്ത് സ്വാർത്ഥ താല്പര്യം, സ്ഥാപിത താല്പര്യം എന്ത് എന്ന് മരകുമാറിൻ്റെ വിവരം പിണറായി വിജയൻ്റെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ KC വേണുഗോപാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യാൻ ആരും മടിയില്ലാത്തവനാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അനുകൂലമായ സാഹചര്യം കോൺഗ്രസിന് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് വലിയ വിജയം നേടാൻ ഇതിലൂടെ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരൂപകർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ അനുകൂല സാഹചര്യം, ഈ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സാഹചര്യം ബോധപൂർവം കോൺഗ്രസിലെ നേതൃത്വം കളഞ്ഞു കുളിക്കുകയാണോ എന്ന് സംശയം തോന്നിക്കും വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴെന്തിന് ഈ വിവാദങ്ങൾ KPCC പ്രസിഡന്റ് മാറ്റം സംബന്ധിച്ച് ഉയർന്നു വന്നു? അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് എത്രത്തോളം യോഗ്യനാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അവിടെയും വിവാദം മുഴച്ചു തന്നെ നിൽക്കുകയാണ്. ഇതെല്ലാം ബോധപൂർവം വരുത്തി വയ്ക്കുന്ന ഒരു വിനയാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആര്, എന്തിന്? നോക്കാം. നമ്മോടൊപ്പം ചേരുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്, അതായത് പൊളിറ്റിക്കലി വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ നേട്ടം കൊയ്യേണ്ട തന്നെയാണ്, ആ ഒരു നില തന്നെയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു ഇടിത്തി പോലെ വിവാദം വന്നു വീഴുകയാണ് KPCC പ്രസിഡന്റ് മാറ്റം സംബന്ധിച്ച്. വീണ്ടും തമ്മിൽ തല്ല് മറന്നേക്ക് പുറത്തേക്ക് വരുന്നു. ജനങ്ങൾക്ക് കോൺഗ്രസിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരല്പം തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്ന വിശ്വാസം പാടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവർ, സ്കൂൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ പോലും ചെയ്യാത്തതാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? ഇത് ആരെങ്കിലും ബോധപൂർവം ചെയ്യുന്നതായിരിക്കുമോ? PV അൻവർ ഇവിടെ പ്രസക്തമാവുകയാണ്. അൻവർ പറഞ്ഞ ഒരു ആരോപണം KC വേണുഗോപാലിനെതിരെ. കാരണം സോളാർ കേസുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ വലിയ രീതിയിൽ ആരോപണങ്ങളുടെ പടുകുഴിയിലേക്ക് വീഴും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സഹായം കിട്ടി എന്നുള്ള കാര്യമാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ. ഇതിനകത്ത് ആദ്യം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? ഏറ്റവും ജീർണിച്ച ഒരു ഭരണകൂടം. ഒരർത്ഥത്തിൽ ഞാനൊക്കെ നേരത്തെ പോലെ പറഞ്ഞിട്ടുള്ളതാണ്. 956 മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ചീഞ്ഞു നാറിയ ഒരു ഭരണകൂടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്ന്. രണ്ട്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 പ്രാവശ്യമായി ഒരു മുന്നണി ഭരിക്കുന്നത്. ഇതുവരെയെല്ലാം ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ, അടിയന്തരാവസര കാലഘട്ടം ഒഴിച്ചാൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മരണക്കളിയാണ്. ഈ കളി, ഈ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നമ്മൾ നോക്കണം. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിലൊരു വിജയം കിട്ടിയതിന് ശേഷം നിരന്തരമായി തോൽവിയാണ്. ഇനിയും ഇപ്പം ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ തോറ്റു, പിന്നെ ഹരിയാനയിൽ തോറ്റു, ഡൽഹിയിൽ വട്ടപൂജ്യമായി, പിന്നെ ബീഹാറിലെ സ്ഥിതിയൊക്കെ ഇപ്പോഴത്തെ നിലയിൽ പരിങ്ങലിലായി നിൽക്കുന്നു. അപ്പം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലാകട്ടെ കോൺഗ്രസിന് നല്ല പ്രസൻസ് ഉണ്ട്. 2024 തെരഞ്ഞെടുപ്പിലും 18 സീറ്റ് കോൺഗ്രസ് ജയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൽ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇവിടെ വിജയിക്കേണ്ടത് ആവശ്യമാണ്. 2 തവണയായി ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത തവണ നിങ്ങളുടെ തോറ്റാൽ കോൺഗ്രസ് ഇവിടെയും ഡെസിമേറ്റഡ് ആയി പോകും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതൊരു പാർട്ടിയും അതിൻ്റെ ഏറ്റവും എലിമെൻ്ററി ആയിട്ടുള്ള പാഠം എന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് അടുത്ത തവണ ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയുന്ന കാര്യക്ഷമമായ ഒരു പാർട്ടി നേതൃത്വത്തെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് എലിമെൻ്ററി ആയിട്ടുള്ള കാര്യം. കാരണം പാർട്ടി അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരേണ്ടത് പാർട്ടി നേതൃത്വമാണല്ലോ, പാർട്ടി സംഘടനയാണല്ലോ ചലിക്കേണ്ടത്. ആ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള നേതൃത്വം വരാതിരിക്കാൻ ആർക്കൊക്കെയോ താല്പര്യമുള്ളതുപോലെ എനിക്കല്ല, കോൺഗ്രസ് അണികൾക്ക് തന്നെ തോന്നുന്നു. അതാണ് ദുരൂഹമാകുന്നത്. കാരണം ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയ ഏറ്റവും സാധ്യതയുള്ള ആളുകളെ ഇവിടെ ചുമതല ഏൽപ്പിച്ചിട്ട് ഏർലിയർ ദ ബെറ്റർ പ്രവർത്തനം ആരംഭിക്കുക. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 4 മാസമേ ഉള്ളൂ, ലോക്സഭ സംസ്ഥാന തെരഞ്ഞെടുപ്പ് 1 വർഷമേ ഉള്ളൂ, മനസ്സിലായി. പക്ഷേ മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുന്നു. ഒന്ന്, ഇപ്പം സുധാകരൻ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ കാരണം സുധാകരൻ അല്ലായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. വേറെ കാരണങ്ങളായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ആ സാഹചര്യത്തിൽ അയാളെ മാറ്റി അവിടെ ഏറ്റവും കാര്യക്ഷമമായ ഒരാളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? യഥാർത്ഥത്തിൽ അവിടെ ദുരൂഹമാകുന്ന എന്താ? കൊണ്ടുവരാതിരിക്കുന്നതിന് കാരണം സംസ്ഥാന ഘടകമല്ല. സംസ്ഥാന ഘടകത്തിൽ ഈ പറഞ്ഞ പോലത്തെ തമ്മിലടി ഉപരി കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. കേന്ദ്രം അതിനുള്ള നിലപാടെടുക്കുന്നില്ല എന്നുള്ളിടത്താണ് ദുരൂഹത വരുന്നത്. അതെ, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവും നടപ്പിലാക്കലും ഒക്കെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് ആണല്ലോ. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഉള്ള പോലെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഈ കേരളത്തിൽ വലിയൊരു തമ്മിലടിയുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. കേന്ദ്രമാണ് വെക്കാത്തത്. സുധാകരന് ഒരു വർഷം ഇപ്പം സുധാകരൻ എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും 1 വർഷമായി ഇവിടെ പാർട്ടിയുടെ ഒരു പ്രവർത്തനവും കൂടെ നടക്കുന്നില്ല. അതിനിപ്പോൾ സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് യാതൊരു കാര്യമില്ല, ഒന്നും നടക്കുന്നില്ല. ഒരു പ്രക്ഷോഭം, ഒരു പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാണാതെ പോകരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അയാൾ കൊണ്ടല്ല എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അയാളിങ്ങനെ ചുവ പറയുന്നുള്ളതല്ല, അത് അതിന് വേറെ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ടിട്ടാണ്. അല്ല, ഭരണവിരുദ്ധ വികാരത്തിന്റെ മേൽ നേടിയ വിജയമാണ് എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് മാറി വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, അതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF തന്നെയാണ് ജയിച്ചത്. അപ്പം സുധാകരൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് വില പോവില്ല എന്നുള്ളത് പാർട്ടി അണികൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ കുറിച്ചിട്ട് സുധാകരൻ പറയുന്നത് ഇനിയിപ്പം അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സുധാകരൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. പാർട്ടി സംഘടനയുടെ അവസ്ഥ എന്താണ്? പാർട്ടി സംഘടന കഴിഞ്ഞ 3 വർഷമായിട്ട് ചത്ത് മലച്ച് കിടക്കുകയാണ്. പാർട്ടിയുടെ ഒരു 15-20% ബൂത്തുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി 80% ബൂത്ത് നിർജ്ജീവമാണ്. പുനഃസംഘടന ഈ പറഞ്ഞ പോലെ 3-4 വർഷമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ചുരുങ്ങിയത് 1 വർഷം മുമ്പെങ്കിലും ഇവിടെ ഒരു പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വരേണ്ടതായിരുന്നു. അപ്പോൾ അത് വരുത്താതിരിക്കുന്നത് ആര് എന്ന് പറയുമ്പോൾ അത് കേന്ദ്രം മാത്രമാണ്, AICC മാത്രമാണ്. ഇനി AICCയിൽ ഏറ്റവും വലിയ അധികാരിയായി ഇരിക്കുന്നത് KC വേണുഗോപാലാണ്, സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി. അയാൾ മലയാളിയാണ്. അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിൽ ചലനാത്മകമായിട്ടുള്ളൊരു കോൺഗ്രസ് ഉണ്ടാകുക എന്നുള്ളത്. കാരണം അയാൾക്ക് പോലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും ഉണ്ടായില്ലെങ്കിൽ. പക്ഷെ അയാൾ അനങ്ങുന്നത് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഇതിനെക്കുറിച്ച് അനക്കിയതേയില്ല. എന്തായിരിക്കാം കാരണം? ഇപ്പോൾ സംഘടനാ സംവിധാനം ചലനാത്മകമാക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് ചലിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തിരഞ്ഞെടുപ്പ് വിജയമടക്കമുള്ള നേട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി നയിക്കുന്നില്ല KC വേണുഗോപാൽ എങ്കിൽ എന്തായിരിക്കാം അതിന് കാരണം? അതാണ് ചോദ്യം. അതെ, ഇപ്പം KPCC പ്രസിഡന്റായിട്ട് ഒന്ന് സംഘടന ചലിപ്പിക്കുന്ന ഒരാൾ വരണം, അടിസ്ഥാനപരമാണ്. 2, ഇപ്പം നമ്മൾ ജാതിമത സമവാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരേണ്ട ഒരാളും വരണം. അങ്ങനെ ഒരു സമവായം അതിലുണ്ട്. അങ്ങനെ ഒരു സമവായം അതിലുള്ളപ്പോൾ
അതിനകത്ത് ഒരു സ്വാർത്ഥ താല്പര്യവും ഒരു വ്യക്തി താല്പര്യവും നോക്കാതെ ഏറ്റവും കൂടുതൽ സംഘടനാ പാഠവുമുള്ളയാളും അതേസമയം ആ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി വലിയ പിന്നെ ഒരു ഇൻട്രാക്റ്റീവ് സ്വഭാവമുള്ള ആളെയും ഒരു സ്ഥാപിത താല്പര്യവും സ്വാർത്ഥ താല്പര്യവും നോക്കാതെ അവിടെ സ്ഥാപിക്കാനല്ലേ കെ.സി. വേണുഗോപാൽ ശ്രമിക്കേണ്ടത്? അവിടെ കെ.സി. വേണുഗോപാൽ അയാളുടെ നിശ്ചിത താല്പര്യം കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെയാണ് അത് ഗുരുതരമായി ബാധിക്കുക. ചിലപ്പോൾ കെ സുധാകരനെ മാറ്റാതിരിക്കുന്നതിനുള്ളൊരു കാരണമായി അവർ കണക്കാക്കുന്നത് ഈഴ വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവ് KPCC പ്രസിഡൻ്റായിരിക്കുന്നു, മാറ്റിക്കഴിഞ്ഞ് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുമ്പോൾ ഒരു ക്രിസ്ത്യനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഈഴവ വോട്ട് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമോ, ഇടയാക്കുമോ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ സുധാകരൻ മാറണമെന്നാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. സുധാകരൻ മാറണ്ടെന്ന് പറയണം. സുധാകരൻ മാറണം എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതാണ് നമ്പർ 1 ആയിട്ടുള്ള ഘടകം. നമ്പർ 2 ഘടകമാണ് ഈ പിന്നെ ജാതിമത സമവാക്യം. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായും നല്ല സംഘടനാ പാഠവുമുള്ള ക്രിസ്ത്യൻ സമുദായവുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് ആക്കേണ്ടതെങ്കിൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ന് ബെന്നിമോഹനൻ മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്തെ പോയിന്റ്. അല്ലാതെ ബെന്നിമോഹനനെ ആക്കണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ഇവിടെ ആർക്കും പറഞ്ഞു കിട്ടില്ല. എന്നാൽ ബെന്നിമോഹനന്റെ പേര് ഇപ്പോൾ കേൾക്കുന്നുമില്ല, അത് വേറെ കാര്യം, കേൾക്കുന്നില്ല. പക്ഷെ ഇന്ന് അതാണ് നമ്മൾ നോക്കുന്ന ഘടകമെങ്കിൽ പാർട്ടി സംഘടനയെ വളർത്താനും ക്രിസ്ത്യൻ മതവിഭാഗമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാനും കഴിയണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിട്ട് ഇന്ന് ബെന്നിമോഹനൻ മാത്രമേ കോൺഗ്രസിന്റെ മുന്നിലുള്ളൂ എന്നിരിക്കെ അയാളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ താല്പര്യം സ്ഥാപിത താല്പര്യമാണെന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ ബെന്നിമോഹനനെതിരായിട്ട് വരുന്ന പോയിന്റ് എന്താ? ബെന്നിമോഹനനെതിരായിട്ടൊരു പോയിന്റും പറയുന്നത് കേട്ടിട്ടില്ല. ചില ഒത്തുകളികൾ പോലെ സംശയം തോന്നുന്നതിലാണ് കാര്യങ്ങൾ. ഞാൻ അതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ബെന്നിമോഹനന്റെ പേര് കേട്ടിട്ടില്ല. കാരണം ബെന്നിമോഹനൻ ഇതുപോലെ മതമേലധ്യക്ഷന്മാരുടെ പിന്നെ പുറകെ നടന്ന് അവരുടെ പിന്തുണ വാങ്ങിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അയാൾ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അയാളാണ് കാലാകാലങ്ങളായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നടത്തിയിരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അയാൾക്കെതിരെ അങ്ങനെ ചീത്ത പേരൊന്നും കേട്ടിട്ടില്ല. സംഘടനാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംഘടനയെ ചലിപ്പിക്കാൻ താരതമ്യേന റിലേറ്റീവായി നോക്കിയാൽ അയാളെ കോൺഗ്രസിൻ്റെ ഉള്ളൂ. പക്ഷെ ഇയാളെ കൊണ്ടുവരുമ്പോൾ ഇയാളുടെ പിന്നെ പോസിറ്റീവ്സ് എന്തിനാണ് ഇയാളെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇയാളെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചില മതമേലധ്യക്ഷന്മാർ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട്. 2-3 തിരഞ്ഞെടുപ്പുകളായി വിജയം നേടുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് സംഘടനാ സംവിധാനത്തിലൊക്കെ പ്രവർത്തിച്ച പരിചയമുണ്ട്. ഇതൊക്കെ ആയിരിക്കാം. ഇല്ലല്ലോ, ഇതൊന്നും വിലപ്പോകുന്ന കാര്യങ്ങളല്ല. ഇപ്പം തെരഞ്ഞെടുപ്പിൽ 4 പ്രാവശ്യം ജയിച്ചവരാണ്. 4 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ജയിച്ചവർ വേറെ കുറേ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള MK രാഘവൻ 4 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ജനപിന്തുണയുണ്ട്. സംഘടനാ പാഠം ഇതിനേക്കാളും കൂടുതലുണ്ട്. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ അയാളെ പിന്തുണച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അയാൾ ആരാണെന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. അയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണെന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരും. ഇന്ന് എന്നോടൊരു ഒരു മുതിർന്ന ഒരാൾ തന്നെ പറഞ്ഞത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷനായിട്ടുള്ളൊരു യോഗത്തിൽ അവിടുത്തെ പത്തനംതിട്ടയിലെ MP എന്നുള്ള നിലയിൽ അയാൾ സ്വാഗതം പറയാൻ വന്നപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ എന്നായിപ്പോയി, കെ സുധാകരൻ എന്ന് പറയുന്നതിന് പകരം. അപ്പോൾ ഇയാളുടെ പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ തന്നെ പറയുന്നത് അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനിൽ ആൻ്റണിയെ BJPക്ക് വേണ്ടി അവിടെ കൊണ്ടുവരാനുള്ള ഒരു ഡീല് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സുരേന്ദ്രനുമായിട്ട് അയാൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ കെ സുധാകരൻ എന്നുള്ള മാറിയിട്ട് കെ സുരേന്ദ്രൻ ആയിപ്പോയത് എന്നും അയാളുടെ പാർട്ടിയിലെ ശത്രുക്കൾ തന്നെ എന്നോട് പറഞ്ഞു. കാരണം കെ സുധാകരൻ എന്നുള്ളത് മാറിയിട്ട് പിന്നെ കെ രാധാകൃഷ്ണൻ ആയിപ്പോയില്ല, കെ സുരേന്ദ്രൻ എന്നാണ് ആയത്. അപ്പോൾ കെ സുരേന്ദ്രനുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നുകൊണ്ട് പെട്ടെന്ന് അത് വായിൽ ഒന്ന് ചാടിപ്പോയതാണ്. ഇനി
പാർട്ടിയിലകത്തുള്ളവർ തന്നെ പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇയാൾ അവിടെ എം പി ആയി മത്സരിക്കാൻ വരുമ്പോൾ പത്തനംതിട്ടയിൽ 5 സീറ്റുണ്ടായിരുന്നു. 5 സീറ്റിലും കോൺഗ്രസ് ആയിരുന്നു ജയിച്ചിരുന്നത്. ഇപ്പോൾ 1-2 തവണയായിട്ട് പത്തനംതിട്ടയിലെ 5 സീറ്റിലും CPM ആണ് ജയിക്കുന്നത്. അയാളുടെ ഒരു സംഘടനാ പാഠവത്തെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ അത് കൂടാതെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അയാളെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. അയാൾ ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഡൽഹിയിൽ ഒരു ജിംഖാന ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അതായത് കോടീശ്വരന്മാർ വിരുന്ന് നടത്തുന്നൊരു ക്ലബ്ബാണ്. അവിടെ ക്രിസ്ത്യൻ എം പിമാരെ എല്ലാം വിളിച്ചൊരു വിരുന്ന് കൊടുക്കുന്നു എന്നുള്ള വ്യാജേന അയാൾ അവിടെ ഒരു വലിയ വിരുന്ന് സൽക്കാരം നടത്തി 2024 ഡിസംബർ 25. എന്നാൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെയൊക്കെ വിളിക്കുന്നത് രണ്ട് മതമേലധ്യക്ഷന്മാർ മാത്രമാണ് അവിടെ ചെന്നത്. കാതോലിക്ക ബാബയും ക്ലിമീസും മാത്രമാണ് അവിടെ ചെന്നത്. രാഹുൽ ഗാന്ധി ചെന്നു, പ്രിയങ്ക ഗാന്ധി ചെന്നു, സോണിയാഗാന്ധിക്ക് പോകാൻ പറ്റി. 100-300 ആളുകളോട് ഒരു 50-75 ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്നാണെന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒറ്റ ഫംഗ്ഷൻ ഒരു പ്ലേറ്റിൽ 10,000-2,000 രൂപ വരെയൊക്കെ ആവുന്നവർ 300-400 പേര് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പല എം പിമാരും ചോദിച്ചത് ഇപ്പോൾ പണം ഷെയർ ചെയ്യേണ്ടത് ഒന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഈ KPC പ്രസിഡന്റ് ആയിട്ടുള്ള പണി അവിടെ തുടങ്ങിയിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദീപാദാസ് മുൻഷിയാണല്ലോ AICC ഇവിടുത്തെ ചുമതലക്കാരി. അവരിവിടെ വന്ന് അടുത്ത KPC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ MLA പോലും ഇയാളുടെ പേര് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്നൊരു വിവരം എനിക്ക് കിട്ടിയത് ഇയാളുടെ സഹോദരന്മാരെല്ലാം കൊടി അഴിമതിക്കാരായിരുന്നു. ഇയാളുടെ ചേട്ടൻ ജെയിംസ് ആൻ്റണി, ബേബി ആൻ്റണി എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. അയാൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. 3നിലവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലയിൽ. ഈ 3നിലവ് സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന ഇയാളുടെ ചേട്ടൻ ജെയിംസ് ആൻ്റണി ഒരു 15-16 കോടി രൂപയുടെ അഴിമതി അവിടെ നടത്തി. ഹൃദയം പൊട്ടി മരിച്ചതാണോ ആത്മഹത്യ ചെയ്താണോ എന്നറിയില്ല, മരിച്ചും പോയി. അനിയൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ദിവസമാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ ഇയാളുടെ ചേട്ടൻ ഈ ജെയിംസ് ആൻ്റണി നടത്തിയിട്ടുള്ള അഴിമതി ഭയങ്കര ഭീകര. കാരണം അവിടെ ഈ 3നിലവിലും മേലുകാവിലും ഒക്കെ ഒരുപാട് ഈ ST വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർ ഈ CSI വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കുള്ള പ്രത്യേകത അവർക്ക് ഭൂമിയുണ്ട്, പക്ഷെ അവർ ST വിഭാഗത്തിൽപ്പെട്ടവരാണ്, മലയരയർ. അപ്പോൾ അവർ ഇയാളുടെ ബാങ്കിൽ പിന്നെ എന്തിനു വരും, വായ്പ എടുക്കാൻ വരും. അപ്പോൾ അവർ വിദ്യാഭ്യാസം കുറവുള്ളവർ. അപ്പോൾ അവരോട് അവിടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക എന്നൊക്കെ പറയും. ആര്? ഈ ആൻ്റണിയുടെ ചേട്ടൻ ജെയിംസ് ആൻ്റണി. പ്രമാണത്തിൽ അവിടെ ഒപ്പിട്ടേക്ക് ഇവിടെ ഒപ്പിട്ടെന്നൊക്കെ പറയും. 1 ലക്ഷം രൂപയുടെ ലോണ് 50,000 രൂപയുടെ ലോണൊക്കെയാണ് അവർ എടുക്കാൻ വരുന്നത്. പക്ഷേ ഈ ജെയിംസ് ആൻ്റണി എന്തെന്നറിയോ, ഈ 1 ലക്ഷത്തിൻ്റെ കൂടെ ഒരു 0 കൂടെ അങ്ങോട്ട് ഇടും. 0 ഉള്ളെങ്കിൽ 1 ലക്ഷത്തിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കഴിയുമ്പോൾ 10 ലക്ഷം ആകുമല്ലോ. 50,000 കൂടെ ഒരു 0 കൂടെ ഇടുമ്പോഴത്തേക്ക് 5 ലക്ഷം. അങ്ങനെ അയാൾ അതിഭീകരമായ തട്ടിപ്പ് നടത്തി. അവിടുത്തെ ഒരുപാട് ലോൺ എടുത്ത ഈ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജപ്തി നോട്ടീസും JR നോട്ടീസും ഒക്കെ വന്നു. വലിയ കേസായി. 15-16 കോടി രൂപയുടെ പിന്നെ കേസ് വന്നു. ഇയാൾ ഹൃദയം പൊട്ടി മരിച്ചാണോ ആത്മഹത്യ ചെയ്താണോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ സംശയം കിടപ്പുണ്ട്. ഈ 15-16 കോടി രൂപയുടെ ക്രമക്കേട് അവിടെ അയാൾ നടത്തിയത് ആൻ്റണിക്ക് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം ശക്തമാണ് അവിടെ. ഓക്കെ. അപ്പോൾ അത് ജെയിംസ് ആൻ്റണിയുടെ കാര്യം, അത് ചേട്ടൻ. ഇനി അനിയനുണ്ട്, ഉത്തരവുണ്ട്. അവൻ്റെ പേരാണ് ചാൾസ് ആൻ്റണി. അവൻ പൂഞ്ഞാറ് സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു. അവനെതിരെയും കോടികളുടെ അഴിമതി ആരോപണമുണ്ട്. ആരുടെ? അനിയൻ്റെ. ഇനി അതിൻ്റെ അനിയൻ വേറൊരു ആൻ്റണി ഉണ്ട്. അയാളുടെ പേര് ബാബു ആൻ്റണി എന്നാണെന്ന് അതിൻ്റെ പേര്. കഴിയുന്നില്ല. അയാൾ മേലുകാവ് സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാളെ കുറിച്ചിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ അഴിമതി ആരോപണങ്ങളുണ്ട്. അപ്പോൾ ആൻ്റണിയുടെ ചേട്ടൻ്റെ പേരെ കുറിച്ചും 2 അനിയന്മാരുടെ പേരിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. ഈ അഴിമതികളെല്ലാം നടന്നത് ആൻ്റണിക്ക് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം സമൂഹത്തിൽ കിടക്കുകയാണ്. പ്രശ്നം എന്താണ്? ഇയാളാണ് KPC പ്രസിഡന്റ് ആകുന്നത്. KPC പ്രസിഡന്റ് ആയതിനു ശേഷം ഈ പണമെല്ലാം ചെലവഴിച്ചത് അയാൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വന്നാൽ കോൺഗ്രസ് കുഴിക്കകത്ത് കിടക്കും. അത് കൂടുതൽ വളരെ മോശപ്പെട്ടൊരു പ്രതിച്ഛായ അവർക്ക് അത് പിന്നെ രക്ഷപ്പെടാനും പറ്റില്ല. ആരോപണം ഇതിപ്പോൾ തെളിയിക്കണം ഇതൊന്നുമില്ല, ആരോപണം ഉയർന്നാൽ മതി. എല്ലാം അല്ല, എന്തായാലും അയാളുടെ ചേട്ടൻ 15-16 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ജപ്തി നടപടി ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 15-16 കോടി രൂപയുടെ അഴിമതി അയാളുടെ ചേട്ടൻ നടത്തുകയും ആ നടത്തുന്ന സമയത്ത് ഈ അനിയൻ സജീവ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന സ്വാഭാവികമായോ പണം ഇതിനകത്ത് ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ പിന്തുണയ്ക്കുന്നവർ പോലും ചിലപ്പോൾ വിശ്വസിച്ചു പോകും. അയാളുടെ 2 അനിയന്മാരും ഇതുപോലത്തെ അഴിമതിക്കാരാണ്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇയാളെക്കുറിച്ചിട്ട് വലിയ തോതിലുള്ള അസംതൃപ്തി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പാർട്ടി അണികളുടെ ഇടയിൽ വ്യാപകമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പം
മുരളീധരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എക്സിന് പകരം വൈ വരുന്നു. എക്സിന് പകരം വൈ വരുമ്പോൾ ഒന്നുകിൽ എക്സിനൊപ്പം നിർത്താനോ അല്ലെങ്കിൽ എക്സിനേക്കാൾ സ്റ്റേജിൽ കൂടിയ ആളായിരിക്കണമല്ലോ പിന്നെ വരേണ്ടത്. കാരണം സുധാകരൻ പോകുമ്പോൾ സുധാകരൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സുധാകരൻ സ്റ്റേജിലുള്ളൊരു നേതാവാണ്. MP ആയിട്ടുണ്ട്, അയാൾ MLA ആയിട്ടുണ്ട്, അയാൾ മന്ത്രിയായിട്ടുണ്ട്, അയാൾ വടക്കൻ മലബാറിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ്. സ്വാഭാവികമായി അയാൾ പോകുമ്പോൾ അയാളുടെ ഒപ്പം നിർത്താനുള്ള സ്റ്റേജ് റെങ്കിലുള്ള ഒരാളായിരിക്കട്ടെ. ഇനി സുധാകരന് മുമ്പ് നമ്മൾ നോക്കൂ, MM ഹസൻ ഉണ്ടായിരുന്നു, PM സുധീരൻ ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. അതിന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റാൾവാർഡ്സ് ആണ് KPCC പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇയാൾ വെറും ഒരു എന്താണ് ഇയാൾ, ഒരു മൂട്ടയല്ലേ ഇയാൾക്ക് എന്താണ് ഇയാളെക്കുറിച്ച് പറയാൻ? അപ്പം അങ്ങനെ വരുമ്പോൾ എന്തിന് അയാളെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്നു? അതിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് KC വേണുഗോപാൽ എന്നാണ് കേൾക്കുന്നത്. അത് സ്വാഭാവികമാണല്ലോ, KC വേണുഗോപാൽ മാത്രം. അപ്പം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിലേക്ക് പോകാൻ പോകുമ്പോൾ, കോൺഗ്രസ് അടുത്ത തവണ തോറ്റ കോൺഗ്രസ് ഇവിടെ ഇല്ല, കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഇല്ല. അങ്ങനൊരു ഇതിനകത്തേക്ക് കോൺഗ്രസ് പോകാൻ പോകുമ്പോൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാളെ കൊണ്ടുവരുന്നതിന് പകരം ഇതുപോലൊരു കൂറയായിട്ടുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റായി KC വേണുഗോപാൽ സ്ഥാപിക്കുമ്പോൾ KC വേണുഗോപാലിൻ്റെ അതിനകത്ത് സ്വാർത്ഥ താല്പര്യം, സ്ഥാപിത താല്പര്യം എന്ത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതെ അതെ, എന്തായിരിക്കാം അത്? ഇപ്പോൾ കാരണം അദ്ദേഹം വലിയൊരു സ്ഥാനത്തിരിക്കുന്നു, ഒപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ വാക്ക് അവസാനത്തേതുമാണ്. അങ്ങനെ ഇരിക്കെ സ്വന്തം പാർട്ടി നേട്ടമുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് കോട്ടത്തിലേക്ക് പോകണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അങ്ങനെ ചിന്തിക്കുകയാണെന്നുള്ളത് ഉറപ്പായല്ലോ. കാരണം കോൺഗ്രസ് ഒരു ഡു ഓർ ഡൈ ബാറ്റിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ ആരെങ്കിലും ആകട്ടെ കൊണ്ടുവരാൻ അയാൾക്ക് താല്പര്യമില്ലെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായല്ലോ. 2, അയാൾ കൊണ്ടുവരുന്ന ആള് ഒരു കാരണവശാലും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനോ ഇവിടുത്തെ കോൺഗ്രസ് അണികൾക്കോ യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് അയാൾ കൊണ്ടുവരുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് എനിക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം KC വേണുഗോപാലിനെ കുറിച്ചിട്ട് ഉന്നയിക്കാനുള്ളത്. ലിയോയ്ക്ക് ഓർമ്മയുണ്ടാവും, മാസങ്ങൾക്ക് മുമ്പ് PV അൻവർ ഈ ഇടതുപക്ഷത്തിനെതിരെയും UDF-നെതിരെയൊക്കെ വലിയ ആരോപണമൊക്കെ കൊണ്ട് മപ്പടിച്ച് വലിയ ഭയങ്കര സ്വതന്ത്രം എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു ഘട്ടം ഓർമ്മയില്ലേ? ഇപ്പോൾ UDF-നകത്തേക്ക് വാലും ചുരുട്ടി ഓടുകയാണ്, അത് വേറെ കാര്യം. അയാൾ അന്ന് പറഞ്ഞൊരു ആരോപണമുണ്ട്. ആ ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു, സോളാർ പരാതിക്കാരിയുമായി ഒത്തുകളിച്ചുകൊണ്ട് അവരുടെ മൊഴി മാറ്റുന്നതിന് വേണ്ടി CBI അന്വേഷണത്തിൽ അവരുടെ മൊഴി മാറ്റുന്നതിന് വേണ്ടി MR അജിത് കുമാറുമായി ചേർന്ന് KC വേണുഗോപാൽ ഒത്തുകളിച്ചു. കാരണം KC വേണുഗോപാലിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ സോളാർ പരാതിക്കാരിയായി ബന്ധപ്പെട്ട്. വെള്ളിയാഴ്ച വാട്സപ്പ് ചാറ്റുകളൊക്കെ ഓർമ്മയുണ്ട്, അതിവിടെ പറയാൻ പാടില്ലാത്ത ഇതാണ്. അയാൾ അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, ഇവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അത്തരത്തിലൊക്കെ ഒരുപാട് ബന്ധങ്ങൾ പല സ്ത്രീകളൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആരോപണം ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പം CBI അന്വേഷണം നടക്കുമ്പോൾ KC വേണുഗോപാലിന് അനുകൂലമായി മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി, കള്ളമൊഴി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ ADGP ആയിരുന്ന MR അജിത് കുമാറുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നും അങ്ങനെ അവരുടെ മൊഴി മാറ്റിയതിൻ്റെ പാരിതോഷികമായി KC വേണുഗോപാലിൽ നിന്ന് അജിത് കുമാർ കോടികളുടെ പണം വാങ്ങിയെന്നും ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കവടിയാറിൽ MR അജിത് കുമാർ ഒരു ഫ്ലാറ്റ് മേടിച്ചതെന്നും നമ്മളോട് പറഞ്ഞത് ആരാണ്? PV അൻവറാണ്. അന്നും ഇന്നും KC വേണുഗോപാൽ നിഷേധിച്ചിട്ടില്ല. എൻ്റെ ബലമായ സംശയം ആ വിവരങ്ങൾ പിണറായി വിജയൻ്റെ കയ്യിലുണ്ടാവുന്നതാണ്. കാരണം MR അജിത് കുമാറിൻ്റെ ഉള്ള വിവരം പിണറായി വിജയൻ്റെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ KC വേണുഗോപാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യാൻ ആരും മടിയില്ലാത്തവനാണ്. അതല്ല എങ്കിൽ ഒരു അനുകൂല ഘടകവുമില്ലാത്ത ഈ ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന തേർഡ് റേറ്റ് മനുഷ്യനെ KPCC പ്രസിഡന്റായി ഇയാൾ മുന്നോട്ട് വെക്കുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളതെന്ന് പറഞ്ഞു തന്നെ. അതായത് KC വേണുഗോപാലിൻ്റെ തല പിണറായി വിജയൻ്റെ കക്ഷത്താണെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് എന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ തല പിന്നെ പിണറായി വിജയൻ്റെ കക്ഷത്തിലാണ് എന്ന് ഞാൻ പറയാൻ കാര്യം അതല്ലേ. അല്ലെങ്കിൽ ആൻ്റോ ആൻ്റണിയെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് KPCC പ്രസിഡന്റ് ആക്കുന്നത്, അയാളെ ആക്കുന്ന അയാളുടെ ഇന്ന ക്വാളിറ്റികൾ കൊണ്ട് കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവുകയാണ് എന്ന് KC വേണുഗോപാൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പം ആ സാഹചര്യത്തിൽ
കെ.സി. വേണുഗോപാലിനെ പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് വളരെ ഗൗരവമായിട്ടുണ്ട്. അപ്പം ചിത്രം വ്യക്തമാണ്. അത് വളരെ പ്രധാനമാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ എന്താ, ഇയാളെ ആക്കിയാൽ കേരളത്തിൽ എന്ത് ചലനമാണ് കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ അടുത്ത ചർച്ച ചെയ്യേണ്ട വിഷയം. അതെ, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് സംബന്ധിച്ച് ചിലപ്പോൾ ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം പാടെ മാറി ഗംഭീര പ്രകടനം പുറത്തെടുത്താൽ. അല്ല ലിയോ, ഇതിനകത്തുള്ള പ്രശ്നം അങ്ങനെയൊന്നും റിസ്ക് എടുക്കാൻ കോൺഗ്രസിന് കഴിയത്തില്ല. കോൺഗ്രസ് എടുത്തു കഴിഞ്ഞ് ഇയാളെ കൊണ്ട് പണിയെടുത്തില്ല, കോൺഗ്രസ് തീർന്നു. കാരണം ഇപ്പോൾ ഒരു പരീക്ഷണത്തിനും പറ്റിയ സമയമല്ല. സേഫ് ആയിട്ട് ഒരാളെ, ഒന്നുകിൽ കെ സുധാകരൻ തുടരണം, അല്ലെങ്കിൽ കെ സുധാകരനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും എന്നും എനിക്ക് അഭിപ്രായമില്ല. കെ സുധാകരൻ തുടർന്നുകൊണ്ട് കാര്യമില്ല. കാരണം സംഘടന ചലിക്കുന്നില്ല. സംഘടന ചലിക്കുകയാണല്ലോ ഇനി ഒരു വർഷത്തേക്ക് വേണ്ടത്. അത് ചലിക്കുന്നില്ല. സംഘടനയെ ചലനാത്മകമാക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം എന്താണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിത്തട്ടിലെ സംഘടനയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. സംഘടന ചത്തുമലച്ച് കിടക്കുകയാണ്. ശരിയാണ്. അവിടെ സുധാകരൻ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന എൻ്റെ ചില സൂചനകൾ ഞാൻ പറയാം. ഇപ്പം ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അനക്കം ഉണ്ടാവില്ല, കെ കരുണാകരൻ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ ആളുകൾ. കെ കരുണാകരൻ പോകുന്ന സമയത്ത് ഇവിടവും കേന്ദ്രത്തിലും കോൺഗ്രസ്സാണ് അധികാരത്തിലിരുന്നത്. ഒന്ന്, എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ആന്റണി KPCC പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയിൽ ആ പൊട്ടിത്തെറി ചിലപ്പോൾ ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആളുകൾ ന്യൂനപക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് KC വേണുഗോപാൽ, സതീശനോ അടങ്ങുന്ന ചെറിയൊരു ന്യൂനപക്ഷം അപ്പുറത്തും. ഞാൻ മനസ്സിലാക്കുന്നത് MP-മാരിൽ ബഹുഭൂരിപക്ഷവും ഈ ആന്റണി ആവുന്നതിനെ എതിർക്കുന്നു എന്നാണ്. ഒന്ന്, MP-മാരാണല്ലോ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ MLA പോലും ഇയാളുടെ പേര് പറഞ്ഞിട്ടില്ല. ദീപാദാസ് മുൻഷിയുടെ അടുത്ത് ഒരൊറ്റ MLA പോലും ഇയാളാവണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ പ്രശ്നം ഏതാണ്ട് തീർപ്പായില്ലേ. അതായത് MP-മാരും MLA-മാരും എതിർക്കും. ഇനി മുൻ KPCC പ്രസിഡന്റുമാരും ഇയാൾ വരുന്നതിനെതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ആരും ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല. ഒരു വശത്ത്. മറുവശത്ത് ഇയാൾക്കെതിരെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയൊരു ഐക്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ, ഇപ്പോൾ മുരളീധരൻ വന്നിട്ട് പറഞ്ഞത് എന്താണ്, ഫോട്ടോ നോക്കിയാൽ കാണുന്ന ആരെങ്കിലും, ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും വെച്ചാൽ കൊള്ളാമെന്നാണ് പറഞ്ഞത്. അപ്പം ബ്രോഡ്ലി സ്പീക്കിംഗ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഈ ആന്റണി വരുന്നതിനെതിരെ ഒരു വലിയ സമവായം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു മൂവ്മെന്റായി മാറുമോ? അതൊരു മൂവ്മെന്റായി ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല KPCC പ്രസിഡന്റുമാരും പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. മുൻ KPCC പ്രസിഡന്റുമാർ പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണെന്ന് ഞാൻ കേൾക്കുന്നത്. കാരണം എന്താണെന്നറിയുമല്ലോ ലിയോ, ഇത് ലോജിക്കലാണ് ഈ അവരുടെ യുക്തി എന്ന് പറയുന്നത്. കാരണം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് CPM-നെ തോൽപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായി ആർക്കാണോ പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ നേതാവിനെ ആക്കുക എന്നുള്ളൊരു ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ കേന്ദ്ര നേതൃത്വത്തിനുള്ളൂ. അത് ചെയ്യാത്ത കേന്ദ്ര നേതൃത്വം നേതാക്കന്മാർക്കും അണികൾക്കും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഒരു തേർഡ് റേറ്റ് മെറ്റീരിയലിനെ അവിടെ കൊണ്ട് വെക്കാൻ പോകുമ്പോൾ അതിനെതിരായിട്ട് വലിയൊരു സമവായം യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ഇപ്പം ഈ കട്ടിങ് അക്രോസ് ഈ ഫാക്ഷണൽ ടെൻഡൻസീസ് കോൺഗ്രസിനകത്ത് ഐക്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകൾ വളരെ ശക്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ, അതായത് ആന്റണിയെ KPCC പ്രസിഡന്റായി കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ ഒരു വികാരവും അഭിപ്രായ പ്രകടനങ്ങളും പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാറ്റുവാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുവാൻ KC വേണുഗോപാലിന് നൽകുന്ന പ്രേരണ, അല്ലെങ്കിൽ അതിന് പിന്നിൽ KC വേണുഗോപാലിൻ്റെ ചെയ്ത വിഹാരം സംശയിക്കപ്പെടേണ്ടതാണ്. ഒപ്പം കെ സുധാകരനെ മാറ്റുമ്പോൾ കൊണ്ടുവരേണ്ട വ്യക്തി, KPCC പ്രസിഡന്റായി വരേണ്ട ആൾ കുറച്ചുകൂടിയെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരാളായിരിക്കണം. സ്റ്റേച്ചറിൽ സുധാകരനൊപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന ആളെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന അഭിപ്രായങ്ങളിൽ ഏറിയ പങ്കും. കാത്തിരുന്ന് കാണാം ഈ വിഷയങ്ങൾ എങ്ങനെ കോൺഗ്രസ് അണികൾ ഉൾക്കൊള്ളും, നേതാക്കൾ എങ്ങനെ പ്രതികരിക്കും എന്ന്.
വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.